എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡയമണ്ട് കീയുടെ ഈ കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ട് എല്ലാം കിഴിക്കാത്തതുകൊണ്ട് കീഴിലേക്ക് പോവാം. ഓക്കെ, ആ കറക്റ്റാ. ഇതെന്താ പറഞ്ഞ മതി, ഇങ്ങനെ തന്നെയാണല്ലോ. ഞാൻ വിളിക്കുന്നു വരുന്നു, എന്തൊരു കഷ്ടമാണ്. എടുത്തോ, ഭീകരമായിട്ടോ. മുട്ട കറക്റ്റ് വെച്ചിട്ടുണ്ടല്ലേ, കൊണ്ടുപോന്ന്. പ്രേമലു സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, യു സർട്ടിഫിക്കറ്റ്, ക്ലീൻ യു സർട്ടിഫിക്കറ്റ്. ഫെബ്രുവരി 9 സിനിമ റിലീസിന് എത്തുന്നത്. ഷേഡിയാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. 4 സിനിമകളുണ്ട് കേട്ടോ. 9 തീയതി 4 4 അല്ല, അതിലും അന്വേഷിപ്പിൻ കണ്ടെത്തും, പ്രേമലു, ലാൽ സലാം, ഈഗിൾ, ലവർ. നിർത്തിക്കോ. എന്തായാലും പ്രേമലുവിന് എപ്പോഴും ഒരു ഫാൻ ബേസ് ഉണ്ടാവും ആ സിനിമയ്ക്ക്. അത് ആ ഒരു കാറ്റഗറി ഭയങ്കരമായിട്ട് ക്ലിക്ക് ആവും. അടുത്ത കിഴി ലവർ, തമിഴ് സിനിമയാണ്. അതെ, ലവർ സിനിമയുടെ കേരള ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത് വേഫർ ഫിലിംസ്. വേഫർ ഇപ്പോൾ അടുത്ത് വേറെ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. കടകന്റെ മറ്റേ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. ആണോ? ഒക്കെ അതിലുണ്ടാവൂലേ? പിന്നെന്താ, US സർട്ടിഫിക്കറ്റ് ആണ്. പിന്നെ 23 തീയതി ഫെബ്രുവരി 23 സിനിമ റിലീസിന് എത്തുന്നത്. എന്തായാലും ലവർ സിനിമ, അതായത് ഗുഡ് നൈറ്റ് സിനിമയ്ക്ക് ശേഷം മണികണ്ഠൻ നായകനാവുന്ന സിനിമയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല പ്രതീക്ഷ ഉണ്ട്. കാത്തിരിക്കാം. 9 തീയതി തകർക്കൂടെ, എന്തോരു സിനിമകളാ എന്റെ പൊന്നോ. അതെ, ഇതൊക്കെ കൂടി എപ്പോ പോയി കണ്ടു തീർക്കും? കണ്ടു തീർക്കണ്ട, ആവശ്യമുള്ളത് മാത്രം പോയി കാണാം, വർത്തിയുള്ളൂ. അടുത്തത് അന്വേഷിപ്പിൻ കണ്ടെത്തും സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. US സർട്ടിഫിക്കറ്റ് ആണ്. ഡാർവിൻ കുര്യാക്കോസ് ആണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. എന്താണെങ്കിലും 9 തീയതി. അതെ, ഓക്കെ. അടുത്ത കിഴി OG, പവൻ കല്യാൺ നായകനാവുന്ന സിനിമയാണ്. മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവി കേട്ടോ OG. സിനിമയുടെ റിലീസ് ഡേറ്റ് സെപ്റ്റംബർ 27. ഹാപ്പി ബർത്ത്ഡേ ടു യു. എനിക്ക് പറയണം, ഞങ്ങള് സെപ്റ്റംബർ 27 എന്താണ്. ഞാൻ ഓരോ ദിവസം ഇത് ഓർമ്മിപ്പിക്കുന്നത് എന്തിനാണെന്നറിയോ? മറക്കാതെ. ഞാൻ ഓരോ സമയത്ത് മറക്കുന്നത് എന്തിനാണെന്നറിയോ? നീ അതെങ്ങനെ ഓർമ്മിപ്പിക്കും? ഞങ്ങള് മറക്കാൻ ശ്രമിക്കുന്ന കാര്യം നീ ഓർമ്മിച്ചോണ്ടിരിക്കുക. ഒഫീഷ്യലി ഞാൻ പറഞ്ഞ പോലെ തന്നെ അന്ന് തന്നെ റിലീസിന് കിട്ടുന്നുണ്ട് കേട്ടോ. എന്തായാലും അതിന്റെ പോസ്റ്റർ ഉണ്ട്. ഗുഡ് ബാൻ. ലാൽ സലാം സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. US സർട്ടിഫിക്കറ്റ് ആണ്. ഫെബ്രുവരി 9 സിനിമ റിലീസിന് എത്തുന്നത്. രജനീകാന്ത് ഒരു പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ. ഐശ്വര്യ രജനീകാന്താണ് ഡയറക്ട് ചെയ്യുന്നത്. അതെ അതെ അതെ. സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. 2 മണിക്കൂർ 32 മിനിറ്റുമാണ് ഡ്യൂറേഷൻ. ഓക്കെ, അടുത്ത കിഴി മാരിവില്ലിൻ ഗോപുരങ്ങൾ. കുറച്ചും കൂടി സ്പീഡിൽ പറഞ്ഞു, അപ്പോഴേ അതിന്റെ ഒരു ഞാൻ ചാടിയതിന് കറക്റ്റ് എന്ന പാട്. മാരിവില്ലിൻ ഗോപുരങ്ങൾ സിനിമയുടെ റിലീസ് ഡേറ്റ് അതായത് ഫെബ്രുവരി 16. ഓക്കെ, അരുൺ ബോസ് ആണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത് കേട്ടോ. കാര്യം മാത്രം പറയുള്ളൂ, ഇതിന്റെ ഡയറക്ഷനും ഇതൊക്കെ ഞാൻ തന്നെ പറയണല്ലോ. പ്രൊഡ്യൂസറിനെ ഇന്ദ്രജിത്ത്, വിൻസി അലോഷ്യസ്, പിന്നെ അയ്യോ ആ ഡബിങ് ആർട്ടിസ്റ്റിന്റെ പേരെന്തായിരുന്നു നടിയുടെ? ശ്രുതി രാമചന്ദ്രൻ. മറ്റേ ആളെ പേര് ചോദിക്കരുത്, പറയാൻ കിട്ടൂല. അതുകൊണ്ടാ ഞാൻ കുറെ മെനക്കെട്ടി നോക്കിയതാണ്, നടക്കൂല. ഓക്കെ, ഇവരൊക്കെയാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. അടുത്തത് വിശ്വംഭര. ഓ അതെ, ഏതാണെന്നറിയോ? മനസ്സിലായി. മെഗാസ്റ്റാർ ചിരഞ്ജീവി ഗാരു എന്ന് പറഞ്ഞത്. സിനിമയില് തൃഷ ഓൺ ബോർഡ് ആയിട്ടുണ്ട്. വശിഷ്ഠയാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. ജനുവരി 10, 2025 റിലീസിന് ശ്രമിക്കുന്നത് കേട്ടോ. ഓക്കെ, നന്നായിട്ട് ട്രൈ ചെയ്യൂ. അടുത്ത കിഴി ഭ്രമയുഗം. ഭ്രമയുഗം സിനിമയുടെ ട്രെയിലർ വരാൻ പോകുന്നു. 9 തീയതി സിനിമയുടെ ട്രെയിലർ വരും എന്നുള്ളതാണ് റൂമേഴ്സ്. ട്രെയിലർ ലോഞ്ചൊക്കെ ഉണ്ടാവും എന്നുള്ളതാട്ടോ അറിഞ്ഞത്. എന്തായാലും മറ്റൊരു കാര്യങ്ങളുണ്ട്, സിനിമയുടെ ബഡ്ജറ്റ്. പല ഇടങ്ങളിലും പല ബഡ്ജറ്റ് പറഞ്ഞു കേൾക്കുന്നുണ്ട്. നമുക്കറിയാൻ പറ്റിയത് 27 കോടി സിനിമയുടെ ടോട്ടൽ ബഡ്ജറ്റ് എന്നുള്ളതാണ്. പ്രൊമോഷൻ ഒന്നും ഇല്ലാണ്ടുള്ള
ഉണ്ടാവുകയോ ടെക്നിക്കലി ക്യാഷ് മുടക്കണ്ട. അല്ലാണ്ട് പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ട് 4 മേൽമുണ്ടിനാണ് ഇത്രയും പൈസ നമുക്ക് ചോദിക്കുന്നുണ്ട്. അതൊന്നും ആയിരിക്കില്ല. വിഷ്വലി അല്ലാണ്ട് ഉണ്ടാവും, ടെക്നിക്കലി ഉണ്ടാവും. അതിനൊക്കെ പൈസ നല്ല ഇറങ്ങി ഉണ്ടാവുമായിരിക്കണം. എന്താണെങ്കിലും അത് എത്ര ഇറങ്ങി എന്ന് പറഞ്ഞാലും സിനിമ വന്നു കഴിഞ്ഞിട്ട് അതിനെ വിലയിരുത്തുള്ളൂ. അത്രേ ഉള്ളൂ. അത് സിനിമയിൽ കാണും. അതെ, കാണും എന്ന്. അടുത്തത് ടിക്കി ടാക്ക, സിനിമയുടെ കർട്ടൻ റൈസർ. ഓക്കെ, വീഡിയോ ഒന്നുണ്ട് അല്ലേ? 37 സെക്കൻഡിന്റെ വീഡിയോ. വാടാ മോനെ. രോഹിത് VS പോലീസ് സാധനം, നല്ല കീടിലെ മേക്കിങ്. വീഡിയോ കണ്ടിട്ട് നല്ല സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട്. അതുമല്ല ആസിഫ് അലിന്റെ ഒരു ഇതിലേക്ക് കുറെ നാളെന്നല്ല ഇങ്ങനെ കണ്ടിട്ടില്ല. ഇല്ല, ഇത്രയും പവറോടെ നമ്മൾ കണ്ടിട്ടില്ല. പവർ കൂട്ടിയിട്ട് ആർത്ത് മറ്റേ കലിപ്പ് മൂട് കുറച്ച് കൂടുതലാക്കരുത് ആസിഫ് അലിയോടാണ്. അത് കുറച്ച് കൂടി കഴിഞ്ഞാലും പ്രശ്നം, അത് പ്രശ്നമാണ്. അതെ. ഓക്കെ ഓക്കെ, അടുത്ത കിഴി ടിക്കറ്റാക്കി കൊണ്ടുവന്ന് വലിയ അല്ലേ. അടുത്ത കിഴി പുതുപ്പേട്ട 2. പുതുപ്പേട്ടയുടെ 2ാം ഭാഗം വരുന്നു എന്നുള്ളത് ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിൽ നമ്മുടെ സെൽവരാഘവൻ കൺഫേം ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് സിനിമയുടെ ഡയറക്ടറാണ് സെൽവരാഘവൻ, നമ്മുടെ ധനുഷിൻ്റെ ചേട്ടൻ. ഓക്കെ, ധനുഷ് തന്നെയാണ് 2ാമത്തെ വരും പാർട്ട് 2-ലും നായകനായിട്ട് വരുന്നത്. ഈ വർഷം തന്നെ ഉണ്ടാവും എന്നൊക്കെയാണ് കേൾക്കുന്നത് കേട്ടോ. വരട്ടെ പുതുപ്പേട്ട. അടുത്തത് ടർബോ. ടർബോ സിനിമയുടെ ഒരു ഐറ്റം സോങ് നമ്മുടെ സോനൽ ദേവ് രാജ് ആയിരിക്കും ചെയ്യുന്നത് എന്നാണ് കേൾക്കുന്നത് കേട്ടോ. അതായത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ഹിറ്റായിക്കൊണ്ടിരിക്കുന്നു. 1 മില്യൻ്റെയൊക്കെ മുകളിൽ ഫോളോവേഴ്സുള്ള ഒരാളാണ്. ഓക്കെ, എന്താണ് സോണൽ ദേവരാജ്? ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. ഞാൻ പോയി നോക്കിയായിരുന്നു. ഓ, സംഭവം അതായത് ഇതിനു മുൻപ് മമ്മൂക്കയുടെ സിനിമയിൽ ഐറ്റം സോങ് എന്നുള്ളത് ഒന്ന് മധുരരാജ, സണ്ണി ലിയോണി, ഷൈലോക്ക് ഏതാ മുൻപാണ് ശേഷമാണ്? ഷൈലോക്ക് അതിന് മുൻപല്ലേ? മധുരരാജ 2-ന് മുന്നേ അല്ലേ? ഷൈലോക്ക് അതിന് ശേഷമാണ്, മധുരരാജയ്ക്ക് ശേഷമല്ലേ ഷൈലോക്ക് ആണെന്ന് തോന്നുന്നു. ആണോ? അത് രണ്ട് ഐറ്റം സോങ് വമ്പ ഹിറ്റായിരുന്നു കേട്ടോ. എന്തായാലും നോക്കാം. എന്തായാലും വൈശാഖിന്റെ ഒരു പ്രത്യേക സാധനമാണിത്. സടക്കിന് ഒരു ഫൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് രാവണ പ്രഭുവിലെ സടക്ക് സോങ് ആണ് പള്ളിപ്പെരുന്നാളിന്റെ ഫൈറ്റ് സീൻ എന്നാണ് കേൾക്കുന്നത്. അറിയില്ല. ഓക്കെ, അടുത്ത കിഴി മഞ്ഞുമൽ ബോയ്സ്. ചിദംബരം സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ നാളെ വൈകിട്ട് വരും 6 മണിക്ക്. ഓക്കെ, വെയിറ്റിംഗിലാട്ടോ മഞ്ഞുമൽ ബോയ്സിന്. സത്യമായിട്ടും അതെ, സിനിമ റിലീസിനും വേണ്ടിയിട്ട് വെയിറ്റിംഗ് തന്നെയാണ് എല്ലാവരും. റിലീസ് ഡേറ്റ് ഒക്കെ എന്നാണാവോ? 16 വരുമോ അതോ 23 വരുമോ? അത് നാളത്തെ ട്രെയിലറിന്റെ അതിലുണ്ടാവും, ക്ലൈമാക്സിലുണ്ടാവും, ലാസ്റ്റ് ഭാഗത്ത് ഉണ്ടാവും അല്ലേ. അടുത്തത് ടോക്സിക് സിനിമയിലെ ഒരു കാമിയോ റോളിന് വേണ്ടിയിട്ട് SRK ഗീതു മോഹൻദാസിനെ അപ്രോച്ച് ചെയ്തു എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഓ മൈ ഗോഡ്, അങ്ങനെ ടോക്സിക് ഇപ്പോഴേ വലിയൊരു മലയാണ്. SRK കൂടെ വന്നു കഴിഞ്ഞാൽ അമ്പോ ഭീകരമായിരിക്കും. ഗീതു മോഹൻദാസിന്റെ ടൈമാണല്ലോ. ഒരൊറ്റ സിനിമ അനൗൺസ് ചെയ്തപ്പോഴത്തേക്ക് ഏത് ലെവലിലേക്ക് എത്തിയില്ല ഡയറക്ടർ എന്നുള്ളതിലേക്ക്. പക്ഷെ സിനിമ ഭീകര സിനിമകളാണ്, പക്ഷെ കൊമേഴ്ഷ്യലി വലിയൊരു സംഭവം അല്ലാന്ന് മാത്രമേ. ഇതും അങ്ങനെ ആവരുത് കേട്ടോ. കൊമേഴ്ഷ്യലി ഭയങ്കര സെറ്റ് ആവണം. സിനിമക്ക് അഭിപ്രായം കിട്ടേണ്ടത് ജനങ്ങൾക്കിടയിൽ നിന്നാണ്. അതെ. ഓക്കെ, അടുത്ത കിഴി യാത്ര 2. മമ്മൂക്ക, ജീവ ഇവർ രണ്ടുപേരും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ. അതായത് യാത്ര എന്ന സിനിമക്ക് 2ാം ഭാഗം ഒരുക്കിയതാട്ടോ യാത്ര 2. YSRന്റെ അതുപോലെ JSRന്റെ കഥ പറയുന്ന സിനിമയുടെ റിലീസ് ഡേറ്റ്, അതായത് നാളെയാണ് സിനിമ റിലീസ് ആവാനുള്ളത്. കേരളത്തിൽ റിലീസിനില്ല എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ്. വിഷമയോ? ചെറുതായിട്ട്. പക്ഷെ ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ കാണും. നേരായ വഴിയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
പല വഴികളുണ്ട്, പല വഴിയിലൂടെ ഞങ്ങൾ സഞ്ചരിക്കും. അതായത് വേറെ നിവർത്തിയില്ലെങ്കിൽ നമുക്ക് പല വഴികളും സഞ്ചരിച്ച് അത് കണ്ട് എന്നിട്ട് റിവ്യൂ ഇടാം. ഉറപ്പായിട്ടും റിവ്യൂ ഇടും. കാരണം അത് കാണും, കണ്ടിരിക്കും. എന്താണെങ്കിലും ഒരുപാട് പേര് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കേരളത്തിൽ റിലീസ് ചെയ്യുമ്പോൾ. യാത്ര കാണാൻ പറ്റാത്ത പല ആൾക്കാരും യാത്ര 2 എങ്കിലും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യാത്ര എന്തായാലും സൂപ്പർ സിനിമയായിരുന്നു. യാത്ര 2ഉം നല്ലതായിരിക്കും, പക്ഷെ അവരുടെ ഉദ്ദേശം മാത്രമേ പ്രശ്നമായിട്ടുള്ളൂ. സിനിമ നല്ല സിനിമ തന്നെ ആയിരിക്കും. എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പൊ എന്തായാലും കിഴി എപ്പിസോഡ് കൊടുത്തിരുന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അടുത്തൊരു കിഴി വിജയിക്കാനായിട്ട് കാണാം. അങ്ങനെയല്ല, അടുത്ത കിഴിയെങ്കിലും നീ ഒന്ന് വിജയിക്കുക എന്ന് പറഞ്ഞിട്ടൊരു ആശംസ. അത് നിനക്കല്ലേ, ഞാൻ എനിക്ക് തന്നെ ആശംസിച്ച അടുത്ത കിഴി ജയിക്കുന്നവരാടാ. നിന്റെ സുഹൃത്തൊന്ന് ജയിച്ചോട്രാ, ഒന്ന് പ്രാർത്ഥിക്കണ്ടായില്ല, ആഗ്രഹിക്കുക. ഇത് കേട്ടിട്ട് എന്റെ മനസ്സിൽ തോന്നിയതാണ് ഈ കിഴി. അതെനിക്ക് എന്തിനാ? നാളെ എനിക്ക് ജയിക്കും. ഞാൻ എന്തായാലും നാളെ ജയിക്കുള്ളൂ. അത് വേണ്ട, നീ ജയിച്ചോ, മറ്റുള്ളവർ ജയിച്ചോ എനിക്ക് ഒരാവശ്യമില്ല. ഞാൻ ജയിച്ചത് മാത്രം എനിക്ക് മതി. ആത്മവിശ്വാസം അത് വളരെ നല്ലതാണ്. തോക്കുന്നതിന്റെ തൊട്ട് മുന്നേ തോറ്റ അമ്പിയാലും വേണ്ടില്ല, ആത്മവിശ്വാസം.